ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് എന്താന്നുള്ളത് പറയും ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സാധനം കാണിച്ചു തരാനും ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ അതൊക്കെ ചെയ്യാം. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഇതാ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി, പിന്നെ എന്താ പറയാ, വേറൊരു സംഭവം കൂടി ഉണ്ട്, ദോശ. അതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇഡ്ഡലി മാവിൽ ഇപ്പൊ വെള്ളം അധികമായോ എന്നാണ് ഒരു ഡൗട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചപ്പോ അത് അധികമായ പോലെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ? രാവിലെ ഇഡ്ഡലിയോ വെള്ളയപ്പം, പുട്ട് അല്ലെ, അങ്ങനെയൊക്കെ ഓരോന്ന്. ഇവിടെ ഇഡ്ഡലിയും ചട്നിയാണ്. പിന്നെ ഇന്നലെ ചിക്കൻ വാങ്ങിയിരുന്നു രാവിലെ. അപ്പൊ ഞാനും മോനും ചിക്കൻ കറി കൂട്ടിയിട്ട് ഇഡ്ഡലി കഴിക്കും. നന്ദേട്ടൻ പിന്നെ ചിക്കൻ കഴിക്കില്ല. പിന്നെ നോണും കാര്യങ്ങളൊന്നും ആള് രാവിലെ കഴിക്കില്ല. ചിക്കൻ പിന്നെ തീരെ കഴിക്കില്ല. അമ്മയും മോനാണ് ചിക്കന്റെ ആൾക്കാര്. ഇത് കോറദോശയാണ്. ഇന്നലെ കോറയും പിന്നെ ലേശം ഒരു സ്പൂണ് ഉഴുന്ന്, കോറ, പിന്നെ 2 മണി ഉലുവയും കൂടി അരച്ചിട്ട് വെള്ളത്തിലിടും ഇന്നലെ രാത്രി. ഇന്ന് രാത്രി വെള്ളത്തിലിട്ടേക്കും. ഇന്നലെ രാവിലെ മിക്സിയിൽ അരച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോറദോശയാണ്. അന്നേരം ഇതാണ് കഴിക്കുക കോറദോശ. അതിന് ഷുഗർ, പ്രഷർ അങ്ങനെ ഒരു അസുഖങ്ങളും ഇല്ല കേട്ടോ. പക്ഷെ ആള് ഭക്ഷണ കാര്യത്തിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അരി ഭക്ഷണം അധികം കഴിക്കില്ല. ഇതാണ് നന്ദേട്ടന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ട്. ഇനി മോന് വാങ്ങിയിട്ടുള്ള വേറെ 2 സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പൊ എന്താ വാങ്ങിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. അധികം ഒന്നും ഇല്ല, 2 സാധനങ്ങൾ തന്നെ ഉള്ളൂ. ഇത് എന്താ പറയാ, ലഞ്ച് ബോക്സിന്റെ കോംബോ പാക്കാണ്. അപ്പൊ കാണിച്ചു തരാം. ഇന്നലെ രാത്രിയില് അച്ഛനും മോനും കൂടി പോയി വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ ഇതാ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട്. ഉള്ള സ്റ്റീലിന്റെ നല്ലൊരു വാട്ടർ ബോട്ടിലാണ്. നല്ല കനമുണ്ട്. അവന് സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ അത് ഫുട്ബോളിന്റെ ക്യാമ്പിന് പോയിട്ട് അവിടെ ഗ്രൗണ്ടിൽ ഇട്ട് പോന്നു. അതുകൊണ്ട് ഇപ്പൊ വാട്ടർ ബോട്ടിലും വാങ്ങാറായി. പിന്നെ ഇതാണ് ബോക്സ്. നല്ല കനമുള്ള സ്റ്റീലാണ്. പക്ഷെ വലിപ്പം ഇത്തിരി കൂടുതലായി. ആകെ 2 വറ്റ് ചോറാ കൊണ്ടാവുക. അതിനിപ്പോ നല്ല വലുപ്പമായി. ഇതാ കറിയാക്കണത്. അപ്പൊ ചെറുതില്ല. ഞാൻ ചോദിച്ചു എന്താ ചെറുത് വാങ്ങായിരുന്നു. അപ്പൊ ചെറുതില്ല അമ്മ, അതുള്ളൂ എന്നാ പറഞ്ഞു. ഇതാണ്. അവനിപ്പോ മുന്നത്തെ പാത്രമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇപ്പൊ പറ്റില്ല. ഇപ്പൊ +1 ആയില്ലേ. അപ്പൊ അവന് പുതിയ പാത്രം വേണം. പിന്നെ എന്താ വാട്ടർ ബോട്ടിൽ പിന്നെ ഉണ്ടായിരുന്നില്ല. അത് ക്യാമ്പിന് പോയിട്ട് അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് മോന് വാങ്ങിയിട്ടുള്ള പാത്രം. നല്ല പാത്രമാണ്. അടിപൊളി വാങ്ങിയിട്ടുണ്ട്. കൊടാന്ന് പറഞ്ഞ ആദ്യം അവൻ ഇവിടെ അടുത്താണ് സ്കൂളിലേക്ക് പോയിരുന്നു കേട്ടോ. അപ്പൊ നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ അന്തേട്ടൻ കൊണ്ടാക്കുക ചെയ്യാം. ഇവിടെ മെയിൻ റോഡിലാണ് സ്കൂൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ പറഞ്ഞ കുറച്ച് ദൂരെയാണ് അവന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോകണമെങ്കിൽ 2 ബസ് കയറിയിട്ട് വേണം പോവാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊടയും കൂടി വാങ്ങിയതാണ്. അല്ലെങ്കിൽ കൊടയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. മുന്നേ അവൻ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നല്ലൊരു കൊട വാങ്ങിക്കൊടുത്തിട്ടോ. ഒരു 5 മടക്കണ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു കൊട, എത്ര പോകുന്ന കൊട. അത് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തു. വൈകുന്നേരം വരുമ്പോഴേക്കും അത് ആകെ ചുരുട്ടി കൂട്ടി ഒരു ഇരുമ്പിന്റെ ഒരു ഉണ്ട പോലെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കൊട സൂക്ഷിക്കാനൊന്നും അത്ര പോരാ. ഇപ്പൊ വലിയ കുട്ടിയാവുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല, ഇത്തിരി ആയല്ലോ. അപ്പൊ കൊടയും വാങ്ങി. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. മെയിനായിട്ട് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാൻ, എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷെ ഇതേപോലെ തന്നെ ആയിരുന്നു അവൻ ആദ്യത്തെയും ബോക്സ്. പക്ഷെ അതിപ്പോ ചെറുതാവും ചെയ്തു. പിന്നെ പുതിയ ക്ലാസ്സിലേക്ക് പോകുമ്പോ കുട്ടികൾക്ക് എല്ലാം പുതിയത് വേണമെന്നല്ലേ. ഇനിയിപ്പോ ബാഗ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ബാഗിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അവന് പുതിയ ബാഗ് വേണമെന്നാ പറയുന്നത്. ക്ലാസ്സിൽ പോയി തുടങ്ങിയിട്ട് വേണം ബാഗ് വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ചാനലൊക്കെ കാണുക, വീഡിയോകളൊക്കെ കാണുക. ഷോർട്സ് വീഡിയോ ഇടും. എപ്പോഴൊന്നും ഇടാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയല്ലോ. അപ്പൊ ഇടുന്ന സമയത്ത് നിങ്ങൾ കാണുക. എല്ലാവർക്കും നന്ദി.